أعوذ بالله من الشيطان الرجيم. فراغ إلى آلهتهم فقال ألا تأكلون ما لكم لا تنطقون فراغ عليهم ضربا باليمين فأقبلوا إليه يزفون قال أتعبدون ما تنحتون والله خلقكم وما تعملون قالوا ابنوا له بنيانا فألقوه في الجحيم فأرادوا به كيدا فجعلناهم الأسفلين. ഇൻഷാ അല്ലാഹ് അതുവരെ, അതായത് 98 വരെ. ഓക്കെ, ഞാൻ ഓതിത്തരാം, ഓതിക്കോ എല്ലാവരും ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. فراغ إلى آلهتهم فقال ألا تأكلون ما لكم لا تنطقون فراغ عليهم ضربا باليمين فأقبلوا إليه يزفون قال أتعبدون ما تنحتون والله خلقكم وما تعملون قالوا ابنوا له بنيانا فألقوه في الجحيم فأرادوا به كيدا فجعلناهم الأسفلين. അപ്പോൾ ഇത്ര ആയത്താണ്. നമ്മൾ അക്ഷരങ്ങൾ ശ്രദ്ധിക്കണം. ഫറാഗ ഗൈനാണ്, അത് ഐനിലേക്ക് പോകരുത്. പദം മാറും, അർത്ഥം മാറും. അതേപോലെ 92-ാം വചനത്തിൽ മാലക്കും ലാ തൻ തൻ താ തൻ ത്വി ത്വായാണ് രണ്ടാമത്തത്. അത് നമ്മൾ സാധാരണഗതിയിൽ അങ്ങനെ ഓതുമ്പം തൻ തി എന്നുള്ള തായിലേക്ക് മാറിപ്പോവും. അപ്പം പദം മാറും, അർത്ഥം മാറും. അപ്പം അതൊക്കെ ഒന്ന് ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കുക. അതേപോലെ 94-ാമത്തെ ആയത്തില് ഫഅഖ്ബലു ഇലൈഹി യസിഫൂൻ ഫാക്ക് ഷദ്ദുണ്ട്. അപ്പം ഫാ കട്ടി കൂട്ടി പറയണം. യസിഫൂൻ എന്നല്ല, യസിഫൂൻ. ഇൻഷാ അല്ലാഹ് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അക്ഷരങ്ങൾ പ്രത്യേകിച്ച് മാറിപ്പോവാതെ നമ്മൾ നോക്കണം. ഇനി 91-ാമത്തെ ആയത്ത് ഫറാഗ ഇലാ ആലിഹത്തിഹിം ഫഖാല അലാ തഅകുലൂൻ. നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ആ ചരിത്രമാണ് പറഞ്ഞു വന്നത്, പഠിച്ചു വന്നത്. വളരെ ചുരുങ്ങിയാണ് ഈ ഭാഗത്തത് പറയുന്നത്. വേറെ സൂറത്തുകളിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഫറാഗ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ പറ്റി പറയാണ്. ഫറാഗ, അപ്പോൾ അദ്ദേഹം തിരിഞ്ഞു, അല്ലെ ഒളിഞ്ഞു ചെന്നു എന്നൊക്കെ അർത്ഥം. ഒളിഞ്ഞു ചെന്നു. റാഗ എന്ന് പറഞ്ഞാൽ അതിന്റെ മുളാരി യറൂഗു എന്നാണ്. യറൂഗു, അതുപോലെ റൗഗൻ, റൗഗാനൻ എന്നൊക്കെ അതിന്റെ മസ്ദർ വരും, ക്രിയാധാതു. ഫഹുവ റാഗിൻ എന്ന് വരും. അപ്പൊ റാഗ എന്ന് പറഞ്ഞാൽ അങ്ങനെ വ്യാപകമായി ഖുർആനിൽ പ്രയോഗിച്ചിട്ടുള്ള പദമല്ല, അപൂർവമാണ്. അപ്പൊ അദ്ദേഹം തിരിഞ്ഞു, അദ്ദേഹം ഒളിഞ്ഞു ചെന്നു. ഇല ആലിഹത്തിഹിം, അവരുടെ ദൈവങ്ങളിലേക്ക്. അതായത് ഇറാഖിലെ ജനത ഉണ്ടാക്കി ആരാധിക്കുന്ന, അവർ പേരിട്ട് വിളിക്കുന്ന ഒരുപാട് വിഗ്രഹങ്ങളും ബിംബങ്ങളൊക്കെ ഉണ്ട്. അവരുടെ ആരാധ്യന്മാരാണ്.
അതിൻ്റെ അടുത്തേക്ക് ആ ക്ഷേത്രത്തിലേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആരും കാണാതെ അങ്ങോട്ട് ചെല്ലുകയാണ്. എല്ലാവരും ഉത്സവത്തിന് പോയിരിക്കുകയാണ്, ഒരാളും അവരുടെ ക്ഷേത്രത്തിലില്ല. ആ നാട്ടിലെ ഉത്സവം നടക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം വളരെ തന്ത്രപരമായി അതിൽ നിന്ന് വിട്ടുനിന്നു. അപ്പോൾ അദ്ദേഹം അവരുടെ ആരാധ്യ വസ്തുക്കളിലേക്ക് ഒളിഞ്ഞു ചെന്നു, അതായത് അവരുടെ ക്ഷേത്രം അല്ലെങ്കിൽ അവരുടെ ആരാധനാലയം. എന്നിട്ട് അദ്ദേഹം പിന്നെ ആ വിഗ്രഹങ്ങളോടായിട്ട് ചോദിക്കുകയാണ്, അലാത്ത കുലൂൻ, നിങ്ങൾ തിന്നുന്നില്ലേ എന്ന് ചോദിക്കുക, നിങ്ങൾ തിന്നുന്നില്ലേ എന്ന്. അത് ആ വിഗ്രഹങ്ങൾ അവരുടെ ആരാധ്യന്മാർ കേൾക്കും എന്നുള്ള നിലയ്ക്കല്ല ഫസറുകൾ പറയുന്നത്, ആ ദൈവങ്ങളെ നിന്ദിച്ചുകൊണ്ട് ചോദിക്കുന്നതാണ്. കാരണം ആ ദൈവങ്ങളുടെയൊക്കെ മുമ്പിൽ ഇവർ ഈ ഓരോ ഫുഡ് ഭക്ഷണം നിവേദ്യമായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ ആ കൊണ്ടുവച്ചൊക്കെ അതുപോലെ ഇരിക്കുകയാണ്, അതൊന്നും ദൈവങ്ങൾ കഴിക്കുന്നില്ല. അപ്പൊ ഇതെന്താ നിങ്ങൾ തിന്നാത്തത് എന്ന് ഒരു പിന്നെ പരിഹാസ രൂപത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിക്കുകയാണ്. പിന്നെ വീണ്ടും ചോദിക്കുകയാണ്, മാലക്കും ലാ തൻതിഖൂൻ, മാലക്കും നിങ്ങൾക്ക് എന്താ, ലാ തൻതിഖൂൻ നിങ്ങൾ എന്താണ് മിണ്ടാത്തത്, നിങ്ങൾ എന്താ സംസാരിക്കാത്തത് എന്നൊക്കെ ചോദിക്കാം. നത്തൊക്ക എന്ന് പറഞ്ഞാൽ ഉച്ചരിക്കുക, പിന്നെ മിണ്ടുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. നുത്തുക്ക് എന്ന് പറഞ്ഞാൽ മിണ്ടൽ, സംസാരിക്കൽ, ഉച്ചരിക്കൽ എന്നൊക്കെയുള്ള അർത്ഥമാണ്. നത്തൊക്ക യന്തിക്കു. അപ്പൊ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ എന്താണ് മിണ്ടാതെ നിൽക്കുന്നത് എന്നും അദ്ദേഹം ചോദിച്ചു. അപ്പൊ ഇതൊക്കെ ആ ദൈവങ്ങള് സംസാരിക്കും എന്നുള്ള നിലക്കല്ല, മറിച്ച് അവയെ നിന്ദിച്ചുകൊണ്ടുള്ള വാക്കുകളാണത് എന്ന് മുഫസ്സിറുകൾ പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തിന്നുന്നില്ലേ എന്ന് ചോദിച്ചാൽ വിഗ്രഹങ്ങൾ അവർക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന നിവേദ്യങ്ങളൊക്കെ എടുത്ത് കഴിക്കുമെന്നുള്ള നിലക്കല്ല, മറിച്ച് അതും അദ്ദേഹത്തിന്റെ ആ ചോദ്യം ആദരവിന്റെ ചോദ്യമല്ല, മറിച്ച് ഒരു പരിഹാസത്തിന്റെ ചോദ്യമാണ്. ഇനി അത് കഴിഞ്ഞാൽ മാലക്കും ലാ തൻതിഖൂൻ, അത് കഴിഞ്ഞ് അദ്ദേഹം എന്ത് ചെയ്തു, ആ വിഗ്രഹങ്ങളുടെ അടുത്തേക്ക് ചെന്നിട്ട് ഫറാഗ, ആ നേരത്തെ വന്ന ആ പദം പിന്നെ വന്നിട്ടുണ്ട്, ഫറാഗ. അങ്ങനെ അദ്ദേഹം അവരിലേക്ക് വീണ്ടും തിരിഞ്ഞു, അലൈഹിം അവരുടെ മേൽ, അതായത് ആ ദൈവങ്ങളുടെ മേൽ, വിഗ്രഹങ്ങളുടെ മേൽ. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ലർബൻ, എങ്ങനെ തിരിഞ്ഞു, ലർബ്, ലർബ് എന്ന് പറഞ്ഞാൽ വെട്ടുക എന്നാണ്, വെട്ടിക്കൊണ്ട്, അടിച്ചുകൊണ്ട് എന്നൊക്കെയാണ്. ലറബ എന്ന് പറഞ്ഞാൽ അടിച്ചു എന്നുള്ള അർത്ഥമാണ്. ലറബ യദ്രിബു ലർബൻ ഫഹുവ ലാരിബൻ. ലറബ എന്ന പദത്തിന്റെ മസ്ദറാണ് ലർബ്. അപ്പൊ അദ്ദേഹം അവരുടെ അടുത്തേക്ക് ചെന്ന് ആ വിഗ്രഹങ്ങളെ അടിച്ചു, അല്ലെ വെട്ടി, ബിൽ യമീൻ, വലങ്കൈ കൊണ്ട്. എന്നുവെച്ചാൽ ഇടത് കൈ ഉപയോഗിച്ചില്ല എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് ശക്തമായി എന്നുള്ള അർത്ഥത്തിലാണ്. വളരെ ഊക്കോടുകൂടി ആ വിഗ്രഹങ്ങളെ അദ്ദേഹം തകർത്തു. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കോടാലി അതിനുണ്ടായിരുന്നു, ആ കോടാലി കൊണ്ടാണ്, ആ ഒരു മഴു കൊണ്ടാണ് അദ്ദേഹം അത് തകർത്ത് കളഞ്ഞത് എന്നാണ്. അപ്പൊ എല്ലാ വിഗ്രഹങ്ങളെയും അദ്ദേഹം പിന്നെ തകർത്തില്ല, മറിച്ച് എല്ലാം തകർത്തിട്ട് ഒന്ന് മാത്രം, അതായത് കൂട്ടത്തിൽ ഏറ്റവും വലുത്, കൂട്ടത്തിൽ ഏറ്റവും വലിയ ദൈവം, ആ ഏറ്റവും വലിയ അവരുടെ ആരാധ്യൻ, അതിനെ എന്ത് ചെയ്തു അവര്, ഇബ്രാഹിം നബി അലൈഹി സ്വലാം അതിന്റെ മേലെ, അതിന്റെ കഴുത്തിൽ കെട്ടിത്തൂക്കിയിട്ടു, ഈ മഴു കെട്ടിത്തൂക്കിയിട്ടു. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ സൂറത്തുൽ അംബിയ നോക്കിയാൽ, നിങ്ങൾ പറ്റുമെങ്കിൽ നമ്മുടെയൊക്കെ ഈ ഫോണിൽ പരിഭാഷയുണ്ടല്ലോ, ഫോണിൽ പരിഭാഷയുണ്ട്, അപ്പം അതെടുത്തിട്ട് നമ്മൾ സൂറത്ത് അൽ അംബിയ, വിശുദ്ധ ഖുർആനിലെ 21-ാമത്തെ സൂറത്താണ്. അപ്പം സൂറത്തുൽ അംബിയയിലെ 55 മുതൽ 70 വരെയുള്ള ആയത്തുകൾ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കണം. അപ്പൊ ഈ ഒരു ഭാഗം വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലായി കിട്ടും, വളരെ ക്ലിയർ ആയിട്ട്. അപ്പം സൂറത്തുൽ അംബിയയിൽ പറയുന്ന കാര്യമാണ്, അതായത് 55-ാമത്തെ ആയത്ത് നോക്കിയേ, ഖാലു അജിഅ്തനാ ബിൽ ഹഖ് അം അൻത മിനൽ ലാഇബീൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവരെ സത്യദീനിലേക്ക് ക്ഷണിച്ച സമയത്ത് അവർ ചോദിക്കുകയാണ്, ജനത ചോദിക്കുകയാണ്, ഇബ്രാഹിം, നീ ഞങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്ന ഹക്കുമായിട്ടാണോ, സത്യമാണോ നീ പറയുന്നത്, അതല്ല നീ വെറുതെ കളിയാക്കുകയാണോ, തമാശയാക്കുകയാണോ, നീ പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ? അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, കാല
ബർ റബ്ബുക്കും റബ്ബുസ് സമാവാതി വൽ അർദ് അല്ലദീ ഫതറഹുന്ന വ അന അലാ ദാലികും മിനശ് ഷാഹിദീൻ. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ റബ്ബെന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? ഈ കൈകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വിഗ്രഹങ്ങളോ ബിംബങ്ങളോ ഒന്നുമല്ല, മറിച്ച് ആകാശങ്ങളെയും ഭൂമിയെല്ലാം സൃഷ്ടിച്ച, അതേപോലെ തന്നെ അതിനെ പരിപാലിക്കുന്ന അവനാണ് യഥാർത്ഥ റബ്ബ്. ആ റബ്ബ് ഏകനാണ് എന്ന് ഉള്ളതിന് ഞാൻ സാക്ഷിയാണ് എന്നും ആര് പറഞ്ഞു? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞു. എന്നിട്ട് നോക്കൂ, വത്തല്ലാഹില അക്കീദൻ, അദ്ദേഹം മനസ്സിൽ പറയാം, അള്ളാഹു ആണ്, വല്ലാഹി എന്ന് പറയും, അള്ളാഹു ആണ് സത്യം. തല്ലാഹി എന്ന് പറയാം, അതിന്റെ അർത്ഥം അള്ളാഹു ആണ് സത്യം എന്നാ. റബ്ബാണ്, അള്ളാഹു ആണ്. ല അക്കീദന്ന സുനാമക്കും ബഅദ അൻ തുവല്ലു മുദ്ബിരീൻ, നിങ്ങൾ ഈ സ്ഥലത്ത് നിന്ന്, നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങളുടെ ഈ വിഗ്രഹ കേന്ദ്രത്തിൽ നിന്ന് അല്ലെങ്കിൽ ആരാധനാലയത്തിൽ നിങ്ങളെല്ലാം പോയി കഴിയുമ്പോൾ ഞാൻ നിങ്ങളുടെ ദൈവങ്ങൾക്കെതിരെ ഒരു തന്ത്രം പ്രയോഗിക്കും എന്ന് പറഞ്ഞു. അത് അദ്ദേഹം മനസ്സിൽ പറഞ്ഞതാണ്. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? എല്ലാവരും പോയ സമയത്ത്, ആരില്ലാത്ത സമയത്ത്, ഫജഅലഹും ജുദാദൻ, എല്ലാ വിഗ്രഹങ്ങളെ അദ്ദേഹം കഷ്ണാക്കി പൊട്ടിച്ചങ്ങോട്ടിട്ടു, അടിച്ച് പൊട്ടിച്ചിട്ടു. എന്നിട്ട് ഖുർആൻ പറയാണ്, ഇല്ലാ കബീറൻ ലഹും, അവരുടെ ആ ദൈവങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിപ്പവും അവരേറ്റവും ആദരിക്കുകയൊക്കെ ചെയ്യുന്ന ആ ഒരു വിഗ്രഹമുണ്ട്, അത് ഒഴിവാക്കിയിട്ടു, അതിന്റെ കഴുത്തിൽ ആ കോടാലി കെട്ടി തൂക്കിയിട്ടു. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇല്ലാ കബീറൻ ലഹും ലഅല്ലഹും ഇലൈഹി യർജിഊൻ, അവര് എന്ത് ചെയ്യും? ഇങ്ങോട്ട് മടങ്ങി വരും. മടങ്ങി വന്ന് ഇത് നോക്കുമ്പം അവർക്ക് ചിന്തിക്കാൻ അതൊരു വകയാണ്. അങ്ങനെ എന്ത് ചെയ്യാണ്? അവർ ഉത്സവമൊക്കെ കഴിഞ്ഞ് തിരിച്ച് അവരുടെ ആരാധനാ കേന്ദ്രത്തിലേക്ക്, അവരുടെ അമ്പലത്തിലേക്ക് വന്ന് നോക്കുമ്പോൾ കാണുന്നത് എല്ലാ ദൈവങ്ങളും തകർക്കപ്പെട്ടിട്ടുണ്ട്, ഒന്ന് മാത്രമുണ്ട്. അപ്പോൾ കാലു, അവരിങ്ങനെ ചോദിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും, മൻ ഫഅല ഹാദാ ബി ആലിഹത്തിന, നമ്മൾ ആദരിക്കുന്ന, നമ്മൾ ബഹുമാനിക്കുന്ന നമ്മുടെ ഈ ദൈവങ്ങളൊക്കെ ആരാണ് ഇങ്ങനെ ചെയ്തിട്ടത്? ഈ ക്രൂരത ആരാ ചെയ്തത്? അവരുടെ വിശ്വാസപ്രകാരം അവർക്ക് അതൊരു വലിയൊരു കാര്യമായിപ്പോയി, ഒരു വലിയ പാതകം, അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്നിട്ട് അവർ തന്നെ പറഞ്ഞു, ആരായാലും ഇത് ചെയ്തത് ഇന്നഹു ലമിനൽ-ളാലിമീൻ, ഇത് ചെയ്ത ആളുകൾ അവര് ളുൽമ ചെയ്ത ആളുകളാണ്, അക്രമികാരികളായ ആളുകളാണ് എന്ന് ആ ജനത പറയുകയാണ്. അപ്പൊ അത് കഴിഞ്ഞ് വീണ്ടും ആ ഭാഗം ഇങ്ങനെ ബാക്കി വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. ഇനി അത് കഴിഞ്ഞിട്ടുള്ള ആയത്ത് ഉണ്ട്. കാല അലാ തഅബുദൂന, ഓക്കെ. ഫഅഖ്ബലു ഇലൈഹി യസിഫൂൻ, ഫഅഖ്ബലു, അവര് മുന്നിട്ട് വന്നു, ഇലൈഹി, അദ്ദേഹത്തിന്റെ അടുക്കലേക്ക്. കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവരുടെ ദൈവങ്ങളെ വിമർശിക്കുന്നുണ്ട്, ആരാധന ശരിയല്ല എന്ന് പറയുന്നുണ്ട്, ഇതൊക്കെ അവർക്കറിയാം. അപ്പൊ അവര് നേരെ വന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ അടുത്തേക്ക്. അത് അക്ബല എന്ന് പറഞ്ഞാൽ മുന്നിട്ട് വരിക, തിരക്കിട്ട് മുന്നിട്ട് വരിക. അക്ബല യുക്ബിലു ഇക്ബാലൻ ഫഹുവ മുക്ബിലുൻ, മുക്ബില് മുദ്ബിർ എന്ന് നമ്മൾ പറയും. ഈ തല തടവുന്ന സമയത്ത് അതുബറ അക്ബല എന്നുള്ള പ്രയോഗം കാണാം, തലയിലേക്ക് കൈ മുന്നിട്ട് കൊണ്ടുവരിക, പിന്നിട്ട് കൊണ്ടുപോവുക എന്നൊക്കെ പറയാൻ വേണ്ടി. അപ്പൊ അവര് വന്നു, ഇലൈഹി, അദ്ദേഹത്തിന്റെ അടുത്തേക്ക്, യസിഫുൻ, ധൃതി പിടിച്ചുകൊണ്ട്, തിരക്കിട്ടുകൊണ്ട്, വളരെ വേഗത്തിൽ. കാരണം അവരൊക്കെ വളരെ ദേഷ്യത്തിലാണ്, തങ്ങൾ ആരാധിച്ചു വന്നിരുന്ന ദൈവങ്ങളെല്ലാം തകർക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ അത്രയും ദേഷ്യത്തിൽ അവർ വരുന്നത്. അപ്പൊ തിരക്കിട്ട് വന്നു. സഫ യസിഫു എന്നതാണ് ആ ക്രിയ വരുന്നത്. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് വന്ന് അവർ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അവരോട് ചോദിച്ചു. കാല, അദ്ദേഹം പറഞ്ഞു, അത്തഅബുദൂന മാ തൻഹിത്തൂൻ, അത്തഅബുദൂന, നിങ്ങൾ ആരാധിക്കുകയാണോ, മാ തൻഹിത്തൂൻ, നിങ്ങൾ കൊത്തിയുണ്ടാക്കിയ കല്ലുകൊണ്ടും മരം കൊണ്ടും നിങ്ങൾ കൊത്തിയുണ്ടാക്കിയ ദൈവത്തെ നിങ്ങൾ തന്നെ ആരാധിക്കുകയാണോ എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പൊ നെഹത്ത എന്ന് പറഞ്ഞാല് കൊത്തി ഉണ്ടാക്കുക, കൊത്തിപ്പണിയുക എന്നുള്ളതാണ്. കൊത്തുപണി നമ്മൾ പറയാറില്ലേ, കല്ലുമൊക്കെ കൊത്തിയിട്ട് ഉണ്ടാക്കുക എന്ന്. നമുക്ക് ഈ ക്ഷേത്രങ്ങളിലൊക്കെ പോയാൽ കാണാം ദൈവങ്ങളെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈ കല്ലുകൊണ്ട് കൊത്തി. ഈ ചില സ്ഥലങ്ങളിൽ നമ്മളെ ഈ കൊയിലാണ്ടി ഭാഗത്തൊക്കെ പോയാൽ, പണ്ട് ഞാനുള്ള സമയത്ത് ഓർമ്മയുണ്ട്, ടൗണിലേക്ക് എത്തുമ്പോൾ കോഴിക്കോട് നിന്ന് അങ്ങനെ അങ്ങോട്ട് പോയാൽ ആ റോഡ് സൈഡിൽ ഹൈവേയിൽ ഇടതു ഭാഗത്തായിട്ട് ദൈവങ്ങളെ ഇങ്ങനെ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവരാരാധിക്കുന്ന ദൈവങ്ങൾ, അതിന് കളർ കൊടുത്ത് ആളുകൾ അതിനെ കൊണ്ടുപോയി വെച്ച് ആരാധിക്കും. അത്രയും ശുദ്ധമായ ഒരു അന്ധവിശ്വാസം. അപ്പം ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിക്കുകയാണ്,
നിങ്ങൾ തന്നെ കൊത്തിയുണ്ടാക്കിയ ഈ ദൈവങ്ങളെ നിങ്ങൾ ഇങ്ങനെ ആരാധിക്കുകയാണോ എന്ന് അവരോട് ചോദിച്ചു. ആ ആളുകളെ എങ്ങനെയും ആ ബഹുദൈവാരാധനയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിക്കുകയാണ്. പക്ഷെ ആ ജനത കടുത്ത പിന്നെ ബഹുദൈവാരാധകരും കടുത്ത അന്ധവിശ്വാസികളും ഒക്കെ ആയിരുന്നു എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആയത്ത് എന്താണ്? അടുത്ത ആയത്ത് 96-ാമത്തെ ആയത്ത്, വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ. അദ്ദേഹം പറയാണ്, വല്ലാഹു ഖലഖക്കും, അള്ളാഹു ആണല്ലോ, അല്ലെ അള്ളാഹു അത്രേ, ഖലഖക്കും നിങ്ങളെ സൃഷ്ടിച്ചത്, വമാ തഅമലൂൻ നിങ്ങൾ പ്രവർത്തിച്ചുണ്ടാക്കിയതിനെയും എല്ലാത്തിനെയും സൃഷ്ടിച്ച അള്ളയല്ലേ എന്ന് അവരോട് ചോദിക്കുകയാണ്. ചിന്തിക്കാൻ പറ്റുന്ന രൂപത്തിൽ അദ്ദേഹം ചോദിക്കുകയാണ്. കാലു, അപ്പോ അവർക്ക് മനസ്സിലായി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ആണ് ഈ ക്രൂരത ചെയ്തത് എന്ന്. അവരെ സംബന്ധിച്ചിടത്തോളം ക്രൂരത. അപ്പൊ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാണ്. കാലു, അവര് പറഞ്ഞു, ബനു ലഹു, ഇബ്നു ലഹു, ബനായബിനി, അതാണ് ക്രിയ. ബന എന്ന് പറഞ്ഞാൽ പടുത്തുണ്ടാക്കുക, നിർമ്മിക്കുക എന്നുള്ളതാണ്. ഈ ബനി എന്ന് പറഞ്ഞാൽ നീ നിർമ്മിക്കുക, നീ പടുത്തുണ്ടാക്കുക, പടുത്തുയർത്തുക എന്നൊക്കെയാണ്. അപ്പൊ കാലുബിനു ലഹു, അപ്പം അവര് പറഞ്ഞു അവന് വേണ്ടി ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുക. ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു തീക്കുണ്ടാരം, അതാണ് ഉദ്ദേശിക്കുന്നത്. ബുന്യാനൻ, ഒരു ബിൽഡിങ്, ഒരു എടുപ്പ്, ഒരു കെട്ടിടം. എന്നിട്ട് അവർ പറഞ്ഞു ഫഅൽഖൂഹു ഫിൽ ജഹീം, എന്നിട്ട് കത്തിയെരിയുന്ന ആ തീയിലേക്ക് അവനെ വലിച്ചെറിയണം. അൽക്കൂ എന്ന് പറഞ്ഞാൽ ഇടുക എന്നുള്ളതാണ്. അതായത് അടുത്തേക്കൊന്നും പോവാൻ പറ്റാത്ത രൂപത്തിലുള്ള വലിയൊരു തീക്കുണ്ടാരം രാജാവിന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കി, എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അതിലേക്ക് വലിച്ചെറിഞ്ഞു എന്നൊക്കെയാണ് ചരിത്രത്തിൽ പറയുന്നത്. അതിന്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ലായിരുന്നു. അപ്പം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അതിക്രൂരമായി കൊലപ്പെടുത്താൻ, തീയിലിട്ട് കരിച്ചു കളയാൻ അവർ തീരുമാനിക്കുകയാണ്. അപ്പൊ അവര് ഇവിടെ പറയുന്നത് ബുന്യാൻ എന്ന് പറഞ്ഞാല് ബിൽഡിംഗ് എന്നാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് വലിയൊരു തീക്കുണ്ടാരം, അഗ്നികുണ്ഡം എന്നൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ അവര് രാജാവിന്റെ നേതൃത്വത്തിൽ ആ ജനത ഒന്നടങ്കം അദ്ദേഹം ഒറ്റയ്ക്കാണ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒറ്റയ്ക്കാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീയിലിട്ട് കരിച്ചു കളയാൻ അവർ തീരുമാനിക്കുകയാണ്. അപ്പോ ഖുർആൻ അത് പറയുന്നുണ്ട്, ഫഅറാദു ബിഹി, അങ്ങനെ അവരദ്ദേഹത്തെ പറ്റി ഒരു തന്ത്രം ഉദ്ദേശിച്ചു. തന്ത്രം എന്താണ്? അദ്ദേഹത്തെ തീയിലിട്ട് കൊന്നുകളയണം. ഇനി ഒരിക്കലും ഈ നാട്ടില് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഒരു ശല്യം നമുക്ക് ഉണ്ടാകാൻ പാടില്ല, സ്വസ്ഥമായി നമുക്ക് ജീവിക്കണം, അവരുടെ കാഴ്ചപ്പാടാണ്. അപ്പൊ ഫഅറാദു ബിഹി, അവരുദ്ദേശിച്ചു അദ്ദേഹത്തെ കൊണ്ട് എന്ത്? കൈതൻ, ഒരു തന്ത്രം. പക്ഷെ അള്ളാഹ് എന്ത് ചെയ്തു? ഫജഅൽനാഹും അൽ അസ്ഫലീൻ, ഫജഅൽനാഹും നാം അവരെ ആക്കി തീർത്തു, അൽ അസ്ഫലീൻ. അസ്ഫൽ എന്ന് പറഞ്ഞാല് ഏറ്റവും അടിയിലുള്ളത് എന്നർത്ഥമുണ്ട്, ഏറ്റവും അധമൻ എന്നർത്ഥമുണ്ട്, ഏറ്റവും താണവൻ എന്നർത്ഥമുണ്ട്. അപ്പം ഏറ്റവും അവരുടെ തന്ത്രത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും അധമമാക്കി തീർത്തു, അവരെ ഏറ്റവും അധമന്മാരാക്കി തീർത്തു, പരാജിതരാക്കി തീർത്തു. അതായത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ഇല്ലായ്മ ചെയ്യാൻ അവരെല്ലാ തന്ത്രവുമായി വന്നു. പക്ഷേ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ഒന്നും ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അത്ഭുതകരമായ ഇടപെടൽ ഉണ്ടായി. നമുക്കറിയാം, തീയിലേക്ക് എറിയപ്പെട്ടപ്പോ ആ തീയോട് പറയുന്നുണ്ട്, ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്, തീയോട് പറയുന്നുണ്ട്, അള്ളാഹു പറയുന്നുണ്ട്, തീ നീ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് തണുപ്പേകുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അതായത് സൂറത്തുൽ അംബിയയിൽ കുറച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. അതില് 55 മുതൽ 58 വരെയുള്ള ആയത്തുകൾ നമ്മളിങ്ങനെ പറഞ്ഞിരുന്നു നേരത്തെ. അപ്പോ ഇവിടെ സൂറത്തുൽ അംബിയ നോക്കിയാൽ കാണാം, അവര് ചോദിക്കുകയാണ്, കാലു മൻ ഫഅല ഹാദാ, കാലു മൻ ഫഅല ഹാദാ ബി ആലിഹത്തിന. കണ്ടോ? കാലു മൻ ഫഅല ഹാദാ ബി ആലിഹത്തിന, നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്ന നമ്മുടെ ദൈവങ്ങളെ കൊണ്ട് ആരാണിങ്ങനെ ചെയ്തത്? അവൻ അക്രമിയാണല്ലോ. അപ്പൊ അവര് തന്നെ പറയാണ്, കാലു സമിഅന ഫത്തൻ, ഒരു ചെറുപ്പക്കാരനെ പറ്റി നമ്മളെ നാട്ടിൽ കേട്ടിട്ടുണ്ട്, യദ്കുറുഹും യുക്കാലു ലഹു ഇബ്രാഹിം, അവന്റെ പേര് ഇബ്രാഹിം എന്നാണ്. ഇബ്രാഹിം എന്നുള്ള പേര് അറബി നാമമല്ല, അറബി പേരല്ല ഇബ്രാഹിം എന്നുള്ളത്. അപ്പൊ കാലു ഫഅ്തു ബിഹി, കണ്ട, കാലു ഫഅ്തു ബിഹി അലാ അഅ്യുനിന്നാസി ലഅല്ലഹും യഷ്ഹദൂൻ, അവനെ നമുക്ക് ആളുകൾക്കിടയിലേക്ക് കൊണ്ടുവരണം, ആളുകളൊക്കെ അവനെ കാണട്ടെ, അവൻ ചെയ്ത ക്രൂരത അറിയട്ടെ
എന്നിട്ട് ആളുകൾക്കിടയിൽ കൊണ്ട് നിർത്തിയിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ വിചാരണ ചെയ്യാണ്. അപ്പൊ അവര് ചോദിക്കുക, കാലു അന്ത ഫഅൽത ഹാദാ ബി ആലിഹത്തിനായ ഇബ്രാഹിം, ഇബ്രാഹിം ഞങ്ങളുടെ ഈ ദൈവങ്ങളൊക്കെ നീയാണോ ഇങ്ങനെ ചെയ്തത്, ഇത്രയും മോശമായി ചെയ്തത്? അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവരോട് തിരിച്ചു പറയാണ്. എന്താ തിരിച്ചു പറയുന്നത്? കാലബൽ ഫഅലഹും കബീറുഹും, ആ ആളുകളുടെ കൂട്ടത്തിലെ അല്ലെങ്കിൽ ആ ദൈവങ്ങളുടെ കൂട്ടത്തിലെ വലിയ ദൈവമായിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. ആ ദൈവം മാത്രം അവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഫസ്അലൂഹും ഇൻകാനു യന്തിക്കൂ, നിങ്ങൾ പോയിട്ട് ആ ദൈവത്തോടൊന്ന് ചോദിച്ചു നോക്കിയാൽ ദൈവം സംസാരിക്കുമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും ആരാണ് ഈ ക്രൂരത ചെയ്തത് എന്ന്. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ അവരുടെ മനസ്സ് മാറി. അവർ ചിന്തിക്കുകയാണ്, ഈ ദൈവങ്ങൾ, ഈ വിഗ്രഹങ്ങളൊന്നും സംസാരിക്കുകയല്ല. അപ്പൊ ഉടനെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അങ്ങനെ പറഞ്ഞപ്പോൾ ഫറജഉ ഇലാ അൻഫുസിഹിം, അവരവരുടെ മനസ്സിലേക്കൊന്ന് മടങ്ങി, അവർ സ്വന്തം ഒന്ന് ചിന്തിച്ചു. അത് ശരിയാണല്ലോ, ദൈവം സംസാരിക്കില്ലല്ലോ. ഫക്കാലു ഇന്നക്കും അന്തുമുല്ലാലിമൂൻ. പക്ഷെ നിമിഷ നേരം കൊണ്ട് അവരുടെ ആ ഒരു ചിന്ത മാറി. അവർ പറഞ്ഞു, അല്ലല്ലല്ല, നീ ചെയ്തത് വലിയ അക്രമമാണ്, നീ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് അവർ പറഞ്ഞു. ഇനി 65 മുതൽ ഉള്ള ആയത്തുകൾ നോക്കിയാൽ നമുക്ക് കാണാം. 65 മുതൽ 70 വരെയുള്ള ആയത്തുകൾ. 65 മുതൽ സുമ്മ നുക്കിസു അലാ റൂസിഹിം ലഖദ് അലിംത മാ ഹഉലാഇ യന്തിഖൂൻ. അവര് നേരെ കീഴ്മേൽ മറിഞ്ഞു. ആദ്യം ഒന്ന് ചിന്തിച്ചു, പിന്നെ അവര് അവരുടെ പഴയ ആ മോശമായ അല്ലെ അന്ധവിശ്വാസത്തിലേക്ക് അവർ മടങ്ങി. എന്നിട്ട് അദ്ദേഹം ചോദിക്കുക, അഫതഅബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉകും ശൈഅൻ വലാ യദുറുക്കും, നിങ്ങളെ ഏതെങ്കിലും നിലയ്ക്ക് ഉപദ്രവിക്കാനോ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്തു തരാനോ പറ്റുന്ന ദൈവത്തെയാണോ നിങ്ങൾ ഈ ആരാധിക്കുന്നത് എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് നാശമുണ്ടാവട്ടെ എന്നൊക്കെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അവരോട് പറഞ്ഞു. അപ്പൊ ആളുകൾ പറയാണ്, കാലു ഹർരിഖൂഹു വൻസുറു ആലിഹത്തക്കും, നിങ്ങൾ ഇവനെ കത്തിച്ച് കളയ്, എന്നിട്ട് നിങ്ങളുടെ ദൈവങ്ങളെ നിങ്ങൾ സഹായിക്ക്, നിങ്ങൾ അങ്ങനെ ചെയ്യുമെങ്കിൽ. കണ്ടോ, കുൽനാ യാ നാറു കൂനി വർദം വസലാമൻ അല ഇബ്രാഹിം. അപ്പോ അള്ളാഹു പറയാണ്, തീയെ നീ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് തണുപ്പേവുക, സുരക്ഷയേവുക എന്ന് പറയാണ്. അപ്പൊ അവരൊരു തന്ത്രം ഉദ്ദേശിച്ചു, പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ പരാജയപ്പെടുത്തി. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും രക്ഷപ്പെടുകയില്ല എന്ന് വിചാരിക്കുന്ന പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മളെ സഹായിക്കാൻ കഴിവുള്ളവനാണ് റബ്ബ്. അത് നമ്മൾ ഒരിക്കലും മറന്നുപോയത്. എല്ലാ ഡോറും അടഞ്ഞു, ഇനി എന്ത് എന്ന് വിചാരിച്ച് നമ്മൾ നിൽക്കുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, ഖുർആൻ പറയുന്നുണ്ട്, സൂറത്തു ത്വലാഖിലാന്ന് തോന്നുന്നുണ്ട്. അള്ളാഹിനെ ശരിക്ക് സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കുകയാണെങ്കിൽ ഒരു നിലയ്ക്കും ആ പ്രയാസം എനിക്ക് മാറിക്കിട്ടില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നിടത്തുനിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ മാറ്റിത്തരും എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു തഖ്വ നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവരെല്ലാരും കൂടി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീയിലിട്ട് കരിക്കാൻ ശ്രമിച്ചപ്പോൾ പോലും ഒരല്പം പോലും പതറാതെ അദ്ദേഹം പറയുന്നുണ്ട്, ഹസ്ബി അള്ളാഹ്, എനിക്ക് എന്റെ റബ്ബ് മതി, ഭരമേൽപ്പിക്കാൻ അവനാണ് ഏറ്റവും ഉത്തമൻ. ആ തീക്കുണ്ടാരത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് അറിയില്ല ഈ തീയിലേക്ക് വീണാൽ ഞാൻ രക്ഷപ്പെടുമെന്ന്. ഒന്നും അറിയില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല മുൻകൂട്ടി പറഞ്ഞിട്ടേ ഇല്ല. ആ തീയിലേക്ക് അദ്ദേഹം പോയി വീഴുമ്പോഴാണ് അള്ളാഹു പറയുന്നത്, തീയെ നീ ഇബ്രാഹിമിനെ കരിക്കരുത്, അദ്ദേഹത്തിന് തണുപ്പ് നൽകുക എന്ന്. ഒരു വല്ലാത്തൊരു അത്ഭുതമാണ്. യൂനുസ് നബി അലൈഹി സ്വലാമിനെ തിമിംഗലത്തിന്റെ വയറ്റിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയതുപോലെ ഈ ചരിത്രമൊക്കെ ഖുർആൻ പറയുമ്പോൾ പറയുന്നുണ്ട്, യൂനുസ് നബി അലൈഹി സ്വലാമിനെ അള്ളാഹു രക്ഷപ്പെടുത്തിയത് അത് യൂനുസ് നബീനെ മാത്രമല്ല, അള്ളാഹിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ യൂനുസ് നബി അലൈഹി സ്വലാമിനെയൊക്കെ രക്ഷപ്പെടുത്തിയതുപോലെ നമ്മൾ വിശ്വാസികളെയും രക്ഷപ്പെടുത്തും എന്നുള്ളത്. അപ്പൊ നമ്മള് മനുഷ്യരെന്ന് പറയുമ്പം എല്ലാ നിലയ്ക്കും നമ്മൾ സുഖത്തിലും സന്തോഷത്തിലും അല്ലല്ലോ. നമുക്കൊരു വശത്ത് സുഖവും സന്തോഷമൊക്കെ കിട്ടുമ്പോൾ മറുവശത്ത് ഓരോ തരത്തിലുള്ള പ്രയാസവും പരീക്ഷണമൊക്കെ കടന്നു വരും. ചില ആളുകളെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അയാൾ എന്തൊരു സുഖത്തിലാണ്, എന്തൊരു ഇതിലാണ് എന്നൊക്കെ നമ്മൾ വിചാരിക്കും. ചിലപ്പോൾ സാമ്പത്തികമായിട്ടുണ്ടാവും, പക്ഷെ ഒരുപക്ഷെ ചെറ്റക്കുടിലിൽ കിടക്കുന്ന ആളെക്കാളും പ്രയാസം അനുഭവിക്കുന്നതും ടെൻഷൻ അനുഭവിക്കുന്നതും ഒരുപാട് സമ്പത്തുള്ള ആളായിരിക്കും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ എല്ലാ നിലയ്ക്കും സന്തോഷം ഒരാൾക്കും കൊടുക്കൂല. ഒരു ഭാഗത്ത് സന്തോഷവും സുഖവും അനുഗ്രഹവും ഒക്കെ ഉണ്ടാകുമ്പം മറുവശത്ത് പരീക്ഷണങ്ങൾ ഉണ്ടാകും. അവിടെ പിടിച്ചു നിൽക്കാനും ക്ഷമിക്കാനും അതിൽ തൃപ്തിയടയാനും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പരീക്ഷണങ്ങളൊക്കെ എൻ്റെ പാപങ്ങൾ പൊറുക്കാനും നാളെ പരലോകത്ത് എനിക്ക് സ്വർഗം കിട്ടാനും നൽകിയ അവസരമാണ് എന്ന് ചിന്തിക്കുന്ന
ആളുകൾ, അവരാണ് ശരിയായ വിശ്വാസികൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആളുകൾ ഏത് പ്രതിസന്ധിയിലും അള്ളാഹുവിൽ ശക്തമായി തവക്കുൽ ചെയ്ത് മുമ്പോട്ട് പോകും. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തവക്കുൽ ചെയ്തപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അത്ഭുതകരമായി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ രക്ഷപ്പെടുത്താണ്. അപ്പൊ ഈ ചരിത്രമൊന്നും നമ്മളൊരു രസത്തിന് വായിച്ചു പോകരുത്, മറിച്ച് ഒരു കാലഘട്ടത്തിൽ നടന്ന ഒരു ചരിത്രമാണ്. അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ, തഖ്വയുള്ളവരാകാൻ നമുക്ക് ഈ ചരിത്രങ്ങളൊക്കെ ഒരു നിമിത്തമായി മാറണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കെല്ലാം തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ ഒരു ഓൺലൈൻ സംവിധാനത്തിലൂടെ നമ്മളിരുന്ന്, ഞാനിവിടെ കുവൈറ്റിലാണ്, ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള ഓരോരുത്തരും ഓരോ ഭാഗത്തിരുന്ന് കേൾക്കുകയാണ്. റബ്ബ് സുബ്ഹാൻ ചെയ്ത വലിയൊരു അനുഗ്രഹമാണ് നമുക്ക് ഇങ്ങനെയൊക്കെ അല്ലെ ഖുർആൻ ക്ലാസ്സുകൾ, ഇൽമു പഠിക്കാനുള്ള അവസരം എന്ന് പറയുന്നത്. അതിനെയൊക്കെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തുക. അവസാന നിമിഷം വരെ ഖുർആനെ നെഞ്ചോട് ചേർത്ത് വെക്കാനും, നാളെ ഖുർആൻ പരലോകത്തെത്തുമ്പോൾ നമുക്ക് സാക്ഷി പറയാനും, അങ്ങനെയുള്ള ആളുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു ക്ലാസ് നടക്കുമ്പോൾ പിന്നെ ഓൾറെഡി ഞാൻ നിങ്ങളുടെ ക്ലാസ്സിൽ പങ്കെടുത്തവരൊക്കെ ഒന്ന് അറിയിക്കണം അല്ലെങ്കിൽ ഇൻഫോം ചെയ്യണം എന്ന് പറയുമ്പം അതൊരു ബോധ്യപ്പെടുത്താൻ നമ്മളൊരു ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിന് പകരം ഒരു എന്താ പറയുക, ഒരു ആനന്ദത്തോടു കൂടി ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഖുർആൻ ആയത്തുകൾ പഠിക്കാനൊക്കെ സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെല്ലാം നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.